സൈബർ പരകായ പ്രവേശം മനഃശാസ്ത്രം. രചന ഡോക്ടർ റോബിൻ കെ മാത്യു. ശബ്ദം നൽകുന്നത് സഞ്ജീവ് എസ് പിള്ള. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് ഡോക്ടർ റോബിൻ കെ മാത്യു 2022. സൈബർ പരകായ പ്രവേശം മനഃശാസ്ത്രം. രചന ഡോക്ടർ റോബിൻ കെ മാത്യു. ശബ്ദം നൽകുന്നത് സഞ്ജീവ് എസ് പിള്ള. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് ഡോക്ടർ റോബിൻ കെ മാത്യു 2022. അധ്യായം 1. സൈബർ പരകായ പ്രവേശം. ഒരു കൗമാരക്കാരന് ഒരിക്കൽ വിചിത്രമായ ഒരു റൂബിക്സ് ക്യൂബ് കിട്ടി. എത്ര ശ്രമിച്ചിട്ടും അതിന്റെ പ്രഹേളിക അഴിക്കാൻ അവന് സാധിച്ചില്ല. രാവും പകലും അവന്റെ മുഴുവൻ ശ്രദ്ധയും അതിലേക്ക് മാത്രമായി ചുരുങ്ങി. അവസാനം ആ റൂബിക്സ് ക്യൂബ് അവനെ മറ്റൊരു ലോകത്തിലേക്ക് വലിച്ചെടുക്കുകയാണ്. സൈബർ ലോകത്തിലെ വിചിത്രമായ മനഃശാസ്ത്ര അനുഭവങ്ങളെക്കുറിച്ച് വിവരിക്കുമ്പോൾ പറയുന്ന ഒരു കഥയാണ് മേൽപ്പറഞ്ഞത്. സാങ്കേതികവിദ്യ എല്ലായ്പ്പോഴും മനുഷ്യന്റെ പെരുമാറ്റത്തെ സ്വാധീനിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിരിക്കുന്നത് ഇന്റർനെറ്റും സെൽഫോണും തന്നെയാണ്. വാസ്തവത്തിൽ നമ്മെ മറ്റൊരു ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒന്നാണ് സൈബർ സ്പേസ് എന്നത്. അവിടെ നമ്മൾ സംസാരിക്കുന്ന ഭാഷയും അണിയുന്ന വസ്ത്രങ്ങളും വേറെയാണ്. നമ്മുടെ മനോഭാവങ്ങളും വ്യക്തിത്വവും ആഗ്രഹങ്ങളും വൈകാരികതയുമെല്ലാം ഇവിടെ എത്തുമ്പോൾ മാറിമറിയുന്നു. വാസ്തവത്തിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഓരോരുത്തരും മറ്റൊരു ലോക ജീവിതത്തിനു വേണ്ടി രൂപാന്തരം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. സൈബർ ലോകത്തെ അന്യർ. ഒരു സാധാരണ വ്യക്തി യഥാർത്ഥ ലോകത്ത് ചെയ്യാൻ മടിക്കുന്ന പല കാര്യങ്ങളും സൈബർ ലോകത്ത് അവർ കാട്ടിക്കൂട്ടും. അതുകൊണ്ടുതന്നെ ഒരാളുടെ സൈബർ വ്യക്തിത്വം അളക്കുക എന്നത് മനഃശാസ്ത്രജ്ഞർക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സൈബർ ലോകം യഥാർത്ഥ ലോകത്തേക്കാൾ സുരക്ഷിതമാണെന്ന മിഥ്യാധാരണയാണ് ആളുകളെ പലപ്പോഴും അതിസാഹസികമായ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. മുഖാമുഖ സമ്പർക്കത്തേക്കാൾ വളരെ കുറച്ച് അപകടസാധ്യതകൾ മാത്രമേ അവർ മുമ്പിൽ കാണുന്നുള്ളൂ. എന്നാൽ നമ്മുടെ സഹജവാസനകൾ യഥാർത്ഥ ലോകത്തിനു വേണ്ടി പരിശീലിപ്പിച്ചതും പരിശീലിപ്പിക്കപ്പെട്ടതുമാണ്. മനുഷ്യർ പരിണമിച്ചതും പിന്നീട് അതിജീവിച്ചതും കാട്ടിൽ നിന്നിറങ്ങി ഈ നാഗരികതയിലെത്തിയതുമെല്ലാം സമൂഹജീവികളായാണ്. നമ്മൾ പരസ്പരം മുഖഭാവങ്ങൾ, ശരീരഭാഷ ഇവയൊക്കെ വിനിമയം ചെയ്തും ഇന്ദ്രിയങ്ങളാൽ കണ്ടും കേട്ടും മണത്തും തൊട്ടുമൊക്കെയാണ് പരസ്പരം മനസ്സിലാക്കുന്നത്. ഇപ്രകാരമാണ് സഹജീവിയെ നാം അറിഞ്ഞത്. ഡിജിറ്റൽ ഇടപെടലുകളിൽ മേൽപ്പറഞ്ഞ ഇന്ദ്രിയ സാധ്യതകൾ പരിമിതമാണ്. ഇങ്ങനെയൊക്കെയുള്ള എല്ലാത്തരം ഭൗതികമായ ഇൻപുട്ടുകളുടെയും അഭാവത്തിൽ നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും തെറ്റായിരിക്കാം. സമൂഹമാധ്യമങ്ങളിൽ ഇടപെടുമ്പോൾ മുഖാമുഖം കാണാത്തതുകൊണ്ടുതന്നെ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. പൊതു ഇടങ്ങളിൽ ഇടപെടുമ്പോൾ നമ്മെ പുറകോട്ട് പിടിച്ചു വലിക്കുന്ന എല്ലാ ഇൻഹിബിഷൻസും ഇവിടെ അപ്രത്യക്ഷമാകുന്നു. മറ്റൊന്ന്, നമുക്കെതിരെ പെട്ടെന്നൊന്നും ആരും ആക്രമണത്തിന് മുതിരില്ല എന്ന ബോധം. അജ്ഞാതരായി കാര്യങ്ങൾ ചെയ്യാമെന്ന തെറ്റിദ്ധാരണ. അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിക്ക് തങ്ങൾ ശാരീരികമായി അപ്രാപ്യരാണ് എന്ന ഉറപ്പ്. തങ്ങളെ ആരും നിരീക്ഷിക്കുന്നില്ല എന്ന ധാരണ തുടങ്ങിയ മിഥ്യാസുരക്ഷിതത്വ ബോധങ്ങളൊക്കെ ആളുകളെക്കൊണ്ട് പലതും ചെയ്യിക്കുന്നു. സൈബർ പരിതസ്ഥിതി നമ്മുടെ വിവേചനാധികാരത്തെ തകരാറിലാക്കുകയും മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പോലെയുള്ള ഒരു ധൈര്യം ഇവിടെ ആളുകൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. സൈബർ സൈക്കോളജിയിൽ ഈ ധീരമായ പെരുമാറ്റത്തിനെ വിളിക്കുന്നത് ഓൺലൈൻ ഡിസ്ഇൻഹിബിഷൻ ഇഫക്റ്റ് എന്നാണ്. സൈബർ സ്പേസിൽ ആളുകൾ നിരന്തരം രൂപാന്തരം പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. യഥാർത്ഥ ലോകത്തെ അപകടകരമായ പെരുമാറ്റങ്ങൾ സൈബർ ലോകത്തിലെത്തുമ്പോഴേക്കും കൂടുതൽ അപകടസാധ്യതയുള്ളതായി കാണപ്പെടുന്നു. ഓരോ ദിവസവും ഇതേപോലെ നിരവധി സംഭവങ്ങൾ നടക്കുന്നുണ്ട്. മനോരോഗത്തിന്റെ പരിധിയിലെത്തുന്ന വിധത്തിലുള്ള കുറ്റവാസനകൾക്ക് ഇവിടം നല്ലൊരു വിളനിലമാണ്.
Sample complete. Ready to continue?